നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തായാലും ആ പോലീസ് അന്വേഷണം ഇപ്പോഴെങ്കിലും അവസാനിച്ച് നന്നായി. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരോട് കുടുങ്ങിപ്പോയനെ. ആ ഡോക്ടർ നല്ലൊരു മനുഷ്യനാ. ഏത് മഹാഭാവിയാണാവോ ഇങ്ങനൊക്കെ ചെയ്തത്? സംഭവം എന്തായാലും വാർത്തയാവും. അപ്പൊ പിന്നെ അറിയാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സാറേ, എന്നോട് അഭിപ്രായം சொல்லட்டுமா? அந்த ஆளை ஏதாவது கை கிடைச்சா போலீஸ் ஸ்டேஷன் கோர்ட் ஒண்ணுமே இல்ல. ஒரு துப்பாக்கி எடுத்து டக 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 5 படி ഫിനിഷ് பண்ணണം. ശരവണ, അങ്ങനെയാണെങ്കിൽ ഈ നാട്ടില് നിയമത്തിന്റെയും കോടതിയുടെയും ഒന്നും ആവശ്യമില്ലല്ലോ. മനുഷ്യര് പരിഷ്കൃതമായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിപ്പോ കേസിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാ. ഏട്ടൻ ഈ കാര്യത്തിൽ അഭിപ്രായമൊന്നുമില്ലേ? ഞാനിതിൽ എന്തു പറയാനാ മോളെ? ജീവന് ഇതിൽ അഭിപ്രായമൊന്നും ഉണ്ടാവില്ല. അതങ്ങനെയാ. ഒരു കാര്യം ഉറപ്പാ, ഏത് ക്രൈം നടക്കുമ്പോഴും ദൈവം ഒരു തെളിവ് ബാക്കി വെക്കുന്ന പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ ഈ കേസിൽ ഒരു തെളിവുണ്ടാവും. അന്വേഷിക്കുന്ന പോലീസുകാർക്ക് അത് കിട്ടിയില്ലെങ്കിലും ദൈവത്തിന്റെ കയ്യിൽ അത് ഭദ്രമാണ്. ദൈവം അയാളെ വെറുതെ വിടില്ല. അമ്മേ, അല്ല അമ്മേ, മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം കേട്ടോ. നിന്റെ അഭിപ്രായം വരവ് വെച്ചു. എടോ, അവൻ പറഞ്ഞ തമാശയല്ല. ദേ, ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കണം. പിന്നെ എന്തെങ്കിലും വ്യായാമം ചെയ്യണം. നമുക്കെല്ലാവർക്കും കൊണ്ട് രാവിലെ നടക്കാനങ്ങ് പോയാലോ? ആ, ബെസ്റ്റ്. ഈ മക്കളെയും വിളിച്ചോണ്ടല്ലേ? ഇവരെ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന വ്യായാമം മതി എന്റെ അസുഖം മാറാൻ. അല്ലെങ്കിലേ താനൊരു കാര്യം ചെയ്യും. ചെറുപ്പത്തിൽ കുറെ നാൾ താൻ ഡാൻസ് പഠിച്ചല്ലേ, അതങ്ങ് കണ്ടിന്യൂ ചെയ്യും. എക്സർസൈസും ആവും, നമുക്കൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. എന്നെ കൊണ്ട് ഇതിനൊന്നും വയ്യ. ഇത് ചെറിയൊരു അസുഖമാണ്. എല്ലാവരും കൂടി പറഞ്ഞിതൊന്നും പെരുപ്പിക്കണ്ട. പിന്നെ മരുന്നിന്റെ കാര്യമാണെങ്കിലും മന്ത്രത്തിന്റെ കാര്യമാണെങ്കിലും അത് വേറെ ആരും എന്നോട് പറയണ്ട. നിത്യമോള് പറഞ്ഞാൽ മതി. ഇവളെന്നെ ശ്രദ്ധിക്കുന്നത് പോലെ എനിക്ക് പോലും എന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല. என்ன பொருத்தமா? கொடுத்து வச்சிருக்க இல்லையா? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.